ഇത് സൊല്യൂഷൻ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്പർ 10 ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോളിബിലിറ്റി, solubility of a solid in a liquid, solubility of a gas in a liquid, solubility of a gas in a liquidുമായി ബന്ധപ്പെട്ട് വരുന്ന ഹെൻറീസ് ലോ, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് എക്സാമിനേഷനും നീറ്റ് JEE എക്സാമിനേഷനുകൾക്കും ചോദിക്കുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് ഐഡിയാസ്, ന്യൂമറിക്കൽസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് എന്താണ് സോളിബിലിറ്റി എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. എൻ്റെ കയ്യിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിനെ സാറ് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പോവാണ്. ഗിവൺ എമൗണ്ട് സാർ ഇവിടെ 100 ഗ്രാമാണ് എടുത്തത്. പിന്നീട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. ഇപ്പം ഞാൻ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നു. സോ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു. ആ സബ്സ്റ്റൻസ് കോമൺ സാൾട്ട് ആയിക്കോട്ടെ, ഉപ്പായിക്കോട്ടെ, ടേബിൾ സാൾട്ട്, കോമൺ സാൾട്ട് അല്ലേ, സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. അതിനെ സാറ് ഒരു ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റിലേക്ക് ഇട്ടു. ആ സോൾവെൻറ്റ് വാട്ടർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഗിവൺ എമൗണ്ട് ഓഫ് സാൾട്ടിനെ സാറ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ടറിൽ സാൾട്ട് ഡിസോൾവ് ആകും. ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. സോ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. സാധാരണ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുമെന്നാണ് പറയാറ്. പക്ഷേ ഗ്യാസുകളുടെ സോളിബിലിറ്റിയും കൂടെ എനിക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഞാൻ ഇഫക്റ്റ് ഓഫ് പ്രഷർ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പ്രഷറും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിപ്പിച്ച് തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വശം ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അത് സാൾട്ടാണ്. അതിനെ വാട്ടറിലേക്ക് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിലേക്ക് നമ്മൾ ഡിസോൾവ് ആക്കുന്നു. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഈ വാട്ടറിൽ ഈ സാൾട്ട് ഡിസോൾവ് ആയതിൻ്റെ ആവേശത്തിൽ സാറ് പിന്നെയും സോൾട്ട് ഇട്ടു, അത് പിന്നെയും ഡിസോൾവ് ആയി. അപ്പോൾ സാറ് പിന്നെയും സോൾട്ട് ഇട്ടു, പിന്നെയും ഡിസോൾവ് ആയി. ഒരല്പസമയം കഴിയുമ്പോൾ സോൾട്ട് പിന്നെ ഒരു തരി പോലും ഡിസോൾവ് ആകില്ല. എന്ന് പറഞ്ഞാൽ ഈ സോൾട്ട് ഈ വാട്ടറിൽ ഡിസോൾവ് ആകാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഡിസോൾവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഒരു സോൾവെൻറ്റിൽ പരമാവധി ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ഒക്കെ അല്പം കഴിഞ്ഞ് വിശദമായി പറയാം. ഞാൻ സോളിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വശം സോൾട്ട് ഉണ്ട്, അത് സോൾവെൻ്റ് ആവുന്ന വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുകയാണ്. പരമാവധി ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇനി ഒരു തരി പോലും ഡിസോൾവ് ആകില്ല. ഈ സമയത്ത് ഈ സോൾട്ടിൻ്റെ എത്ര എമൗണ്ട് ആണോ ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ആയി കിടക്കുന്നത്, ആ എമൗണ്ടിനാണ് നമ്മൾ സോളിബിലിറ്റി എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട്. സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട്. അതിൻ്റെ തന്നെ മാക്സിമം എമൗണ്ട് ആണ്. ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു സ്പെസിഫൈഡ് എമൗണ്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവാൻ കഴിയുന്ന സബ്സ്റ്റൻസിൻ്റെ മാക്സിമം എമൗണ്ട് ആണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും കൂടെ നോക്കിക്കൊള്ളണം. അത് മാറിയാൽ പിന്നെ എമൗണ്ട് മാറും. സോ വാട്ട് ഈസ് സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? സോളിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോൾവെൻറ്റിൻ്റെ നേച്ചർ മാറിയാൽ, സൊല്യൂട്ടിൻ്റെ നേച്ചർ മാറിയാൽ, പ്രഷർ മാറിയാൽ, ടെമ്പറേച്ചർ മാറിയാൽ ഒക്കെ സോളിബിലിറ്റി മാറും. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞോട്ടെ. സാർ ഇതൊരെണ്ണം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു സൊല്യൂട്ടിനെ സോൾവെൻറ്റിലിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ആ സൊല്യൂഷൻ്റെ എമൗണ്ട് 1 ലിറ്റർ ആണ്. അതിൽ പരമാവധി ഡിസോൾവ് ആക്കിയിട്ടുണ്ട് 1 ലിറ്റർ തന്നെയാണ് 1 dm³. അപ്പോൾ അതിൽ ഡിസോൾവ് ആക്കിയിട്ടുണ്ട് മാക്സിമം. ആ എമൗണ്ടിനെ നമ്മൾ സാധാരണ സോളിബിലിറ്റി എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ സോളിബിലിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ആണല്ലോ. എവിടെയുള്ളത്? എമൗണ്ട് ഇൻ 100 ഗ്രാം സോൾവെൻറ്റ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ ചില ആൾക്കാർ അതിനെ ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ആക്കി പറയും. ചില ആൾക്കാർ അതിനെ 1 dm³ ഓഫ് സൊല്യൂഷൻ ആക്കി പറയും. ഇഷ്ടമുള്ള പറയാം. 1 ലിറ്ററും 1 dm³ ഒന്ന് തന്നെയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, ഈ എമൗണ്ട് തന്നെ ആൾക്കാർ ഗ്രാമിൽ പറയാറുണ്ട്,
മോളിൽ പറയാറുണ്ട്. അപ്പോൾ എമൗണ്ട് മീൻസ് ഗ്രാം അല്ലെങ്കിൽ മോൾ, ഇൻ എന്നും പറഞ്ഞ് അതിൽ ചേർത്ത് നമ്മൾ പറയും. അപ്പോൾ എങ്ങനെ നമ്മൾ സോലിബിലിറ്റിയുടെ യൂണിറ്റ് എഴുതും? സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സോലിബിലിറ്റി? യൂണിറ്റ് ഓഫ് സോലിബിലിറ്റി എന്നങ്ങനെ പറയാൻ പറ്റും. ഗ്രാം ഇൻ 100 ഗ്രാം സോൾവെൻറ്റ് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഗ്രാം ഇൻ 1 ലിറ്റർ, അപ്പോൾ ഗ്രാം പെർ ലിറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ ഗ്രാം ഇൻ DM ക്യൂബ്, അപ്പോൾ ഗ്രാം പെർ DM ക്യൂബ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിൻ്റെ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് ഗ്രാം ആണെങ്കിൽ നമുക്ക് ആ എമൗണ്ടിനെ മോളാക്കി പറയാം. അങ്ങനെയാണെങ്കിൽ മോൾ ഇൻ 100 ഗ്രാം സോൾവെൻറ്റ് അങ്ങനെ പറയാൻ പറ്റും. അതോടൊപ്പം മോൾ പെർ ലിറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ മോൾ പെർ DM ക്യൂബ് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് എന്താണ് സോലിബിലിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സോലിബിലിറ്റി, അതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരും, സോലിബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് സോൾവെൻറ്റ്, നേച്ചർ ഓഫ് സൊല്യൂട്ട്, പ്രഷർ, ടെമ്പറേച്ചർ ആണെന്ന് മെൻഷൻ ചെയ്തു. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്കാണ് ഇനി പോകേണ്ടത്. അത് ഓരോരോ ടോപ്പിക് പഠിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും ക്ലിയർ ആണോ മക്കളെ? അല്ലേ സാറ് മുന്നോട്ട് പോകാമല്ലോ. സോ നെക്സ്റ്റ്, സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ഒരു സോളിഡിനെ സാറ് ലിക്വിഡിൽ ഡിസോൾവ് ആക്കാൻ പോകും. ഇത് ഡീറ്റെയിൽ പഠിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. എവറി സോളിഡ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ ഗിവൺ ലിക്വിഡ്. ഒരു ലിക്വിഡിൽ ഈ ലോകത്തുള്ള എല്ലാ സോളിഡുകളും ഡിസോൾവ് ആകില്ല. 1-2 എക്സാമ്പിൾ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. സാറിൻ്റെ കയ്യിൽ സാൾട്ടുണ്ട് അല്ലേ? സാൾട്ട് ആരടാ? NaCl ആണ്, സോഡിയം ക്ലോറൈഡ്. അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ ഷുഗർ ഉണ്ടെന്നിരിക്കട്ടെ. ഷുഗർ സൂക്രോസ് ആണ്, C12H22O11. അപ്പോൾ നിങ്ങൾക്കറിയാം, സാൾട്ടാണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒരു സംശയവുമില്ല സാർ, ഇവർ രണ്ടുപേരും വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡിൽ അഥവാ ഈ സോൾവെൻറ്റിൽ സോല്യുബിളാണ്. ശരിയല്ലേ? എന്നാൽ സാറ് നാഫ്തലീൻ എടുക്കുന്നു. നാഫ്തലീൻ. ആരാ നാഫ്തലീൻ? 2 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ് നാഫ്തലീൻ. ഓക്കെ, ഓർഗാനിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, അല്ലെങ്കിൽ സാറ് ആന്ത്രസീൻ എടുക്കുന്നു. ആന്ത്രസീൻ ആണെങ്കിൽ 3 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ബെൻസീൻ റിങ്. ഓക്കെ, അതുമായി ഫ്യൂസ് ചെയ്ത് 2ാമത്തെ റിങ്. ഓക്കെ, അതുമായി ഫ്യൂസ് ചെയ്ത് 3ാമത്തെ റിങ്. അങ്ങനെ ഇതാണ് ആന്ത്രസീൻ. അപ്പം നാഫ്തലീനും ആന്ത്രസീനെയും സാർ എവിടേക്ക് ഇട്ടു? ഇവന്മാരെ സാറ് വാട്ടറിലേക്ക് ഇട്ടു. സോ വാട്ടർ ലിക്വിഡാണ്. സോ ഇവിടെ ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത, ഇവർ രണ്ടുപേരും ഇൻസോല്യുബിളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലിക്വിഡിൽ, ഇപ്പോൾ സാറത്തെ ലിക്വിഡ് വാട്ടറാണ്, ഈ ലിക്വിഡിൽ ഇവർ സോല്യുബിളാണ്, പക്ഷേ ഇവർ സോല്യുബിൾ അല്ല. അപ്പോൾ ഇൻ എ ഗിവൺ ലിക്വിഡ് എവറി സോളിഡ് ഡസ് നോട്ട് ഡിസോൾവ്. അപ്പോൾ ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഒരു പോയിൻ്റോട് സാറ് പറയട്ടെ. ഇവരെ സാറ് ബെൻസീനിലിട്ടു. ബെൻസീൻ ഒരു ലിക്വിഡാണ്, ഒരു സോൾവൻ്റാണ്. പക്ഷേ ബെൻസീനിൽ ഈ സാൾട്ടും ഷുഗറും ഒന്നും ഡിസോൾവ് ആകില്ല, അവർ ഇൻസോല്യുബിളാണ്. എന്നാൽ ഇവന്മാരെ സാറ് ബെൻസീനിലേക്ക് ഇട്ടു. ബെൻസീൻ ലിക്വിഡാണ്. ഈ സോളിഡുകളൊക്കെ ബെൻസീനാകുന്ന ലിക്വിഡിൽ സോല്യുബിളായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, സാൾട്ടും ഷുഗറും വാട്ടറിൽ സോല്യുബിളാണ്, ബെൻസീനിൽ ഇൻസോല്യുബിളാണ്. അതുപോലെ നാഫ്തലീനും ആന്ത്രസീനും ഒക്കെ വാട്ടറിൽ ഇൻസോല്യുബിളാണ്, പക്ഷേ ബെൻസീനിൽ സോല്യുബിളാണ്. അപ്പോൾ എന്താണ് നമ്മൾ എത്തേണ്ട കൺക്ലൂഷൻ? സോൾട്ട് എടുത്താൽ അതിനകത്ത് ചാർജ് ഉണ്ട്, Na+ഉം Cl-, അത് പോളാറാണ്. ഈ C12H22O11 എടുത്തു കഴിഞ്ഞാൽ അത് ഷുഗറാണ്. ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ സാർ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരാം. ഇത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡാണ്. അതിനകത്ത് പോളാറായിട്ടുള്ള OH ബോണ്ടുകളുണ്ട്. അപ്പോൾ സാൾട്ടും ഷുഗറും പോളാറാണ്, വാട്ടറും പോളാറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
പോളാറായിട്ടുള്ള സോളിഡുകൾ പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകും. നാഫ്തലിനും ആന്ത്രസീനും നോൺ പോളാറാണ്, ബെൻസീനും നോൺ പോളാറാണ്. അപ്പം നോൺ പോളാറിലും പോളാറിലും ഡിസോൾവ് ആകും. എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ആകണമെങ്കിൽ ആ സോളിഡിലെയും ലിക്വിഡിലെയും ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് സിമിലർ ആയിരിക്കണം. മീൻസ് ഇത് പോളാറാണെങ്കിൽ ലിക്വിഡും അല്ലെങ്കിൽ സോൾവെൻറ്റും പോളാർ ആയിരിക്കണം. ഇത് പോളാർ, ഇത് നോൺ പോളാർ, ഡിസോൾവ് ആയില്ല. ഇത് നോൺ പോളാർ, ഇത് പോളാർ, ഡിസോൾവ് ആയില്ല. ഇത് നോൺ പോളാർ, ഇത് നോൺ പോളാർ, ഡിസോൾവ് ആയി. ഇത് പോളാർ, ഇത് പോളാർ, ഡിസോൾവ് ആയി. അപ്പോൾ പോളാറിൽ പോളാറും നോൺ പോളാറും ഡിസോൾവ് ആകും. അഥവാ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് പറയുന്നത് ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്നാണ്. പോളാറിൽ, നോൺ പോളാറിൽ. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ എൻ്റെ കൈവശം ഒരു സോൾവെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വെസലിനകത്ത് ഒരു സോൾവെൻ്റ് ഇരിക്കുന്നുണ്ട്. ആ സോൾവെൻ്റ് ലിക്വിഡാണ്. അതിനകത്തേക്ക് സാറ് ഒരു സോളിഡ് ആഡ് ചെയ്യണു. ആ സോളിഡിനെ നിങ്ങൾ സൊല്യൂട്ട് എന്ന് വിളിച്ചോളൂ. നമ്മൾ പഠിക്കുന്നത് സോലബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഈ സോളിഡ് പാർട്ടിക്കിളുകൾ അഥവാ സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ സോൾവെൻറ്റിൽ പോയി ഡിസോൾവ് ആകാൻ തുടങ്ങും. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടാകും. വീണ്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരും. അപ്പോൾ സൊല്യൂട്ട് അഥവാ സോളിഡ് സോൾവെൻറ്റുമായി ചേർന്നു, എന്നിട്ട് സൊല്യൂഷൻ ഉണ്ടായി. സമയം കഴിയുന്തോറും അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വന്നു. എങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ഈ പ്രോസസ്സിന് നിങ്ങൾക്ക് ഡിസൊല്യൂഷൻ എന്ന് വിളിക്കാം. എന്താണ് ഡിസൊല്യൂഷൻ? അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ഡിസോൾവായി സൊല്യൂഷനായി മാറുന്ന പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. സാർ വീണ്ടും സോളിഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇങ്ങനെ സൊല്യൂഷനുള്ളിലേക്ക് മുങ്ങി വരുമ്പോൾ ആ സൊല്യൂഷനിൽ കിടക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളുകളുമായി ഞാൻ ഇട്ട സൊല്യൂട്ട് പാർട്ടിക്കിൾ കൂട്ടിയിടിക്കും. അവരൊരുമിച്ച് ചേരും, എന്നിട്ട് ക്രിസ്റ്റലുകളായി മാറും. അതായത് ഈ സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ട് പാർട്ടിക്കിളുകൾ ക്രിസ്റ്റലൈസ് ചെയ്ത് വരാം. എങ്കിൽ ഈ പ്രോസസ്സിന് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡിനെ സോൾവെൻറ്റിൽ ഡിസോൾവ് ആക്കുന്ന സമയത്ത് രണ്ട് പ്രോസസ്സുകൾക്ക് സാധ്യതയുണ്ട്. ആദ്യം ഡിസൊല്യൂഷൻ നടക്കും, കുറച്ച് കഴിയുമ്പോൾ ക്രിസ്റ്റലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അല്പസമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ വിൽ ബിക്കം ഈക്വൽ. മീൻസ് ഡിസോൾവ് ആകുന്നതും ക്രിസ്റ്റലൈസ് ചെയ്യുന്നതും ഒരേ വേഗത്തിലാകും. മീൻസ് ഇനി നമ്മൾ എത്ര സൊല്യൂട്ട് ഇട്ടാലും അങ്ങോട്ട് ഡിസോൾവ് ആകില്ല, കാരണം അങ്ങോട്ടുള്ള അതേ വേഗത്തിൽ ഇത് തിരിച്ചും വരും. ഈ കണ്ടീഷനിൽ ഈ സൊല്യൂഷന് വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത no more solute can be dissolved in that solution at a particular temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് ഇനി ആ സൊല്യൂഷനിൽ സൊല്യൂട്ട് നമുക്കിനി ഡിസോൾവ് ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സൊല്യൂഷൻ വിളിക്കുന്നവരാണ് സാച്ചുറേറ്റഡ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഡിസോൾവ് ആക്കാൻ പറ്റിയാൽ നിങ്ങൾ ആ സമയത്ത് ആ സൊല്യൂഷന് അൺസാച്ചുറേറ്റഡ് എന്ന് വിളിച്ചോളൂ. അപ്പോൾ ഡിസോൾവ് ആക്കാൻ ഇനിയും ഡിസോൾവ് ആക്കാൻ പറ്റുന്നത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഡിസോൾവ് ആകുന്നതിൻ്റെ മാക്സിമം ഡിസോൾവ് ആയിക്കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആണ്? ഇനി ഈ സൊല്യൂഷനിൽ സൊല്യൂട്ട് മാക്സിമം ഡിസോൾവ് ആയി കിടക്കുന്നുണ്ട്. ഒരു സൊല്യൂഷനിൽ കിടക്കുന്ന മാക്സിമം സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ആ സോലിബിലിറ്റി എന്ന ടേം ഇവിടെ കടന്നു വന്നു. അപ്പോൾ സോലിബിലിറ്റി എന്തായിരുന്നു? ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡാണ്. ഒരു സോളിഡ് ഒരു ലിക്വിഡ് ഡിസോൾവ് ആകുമ്പോൾ രണ്ട് പ്രോസസ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോസസ്സ്? ഒന്ന് ഡിസൊല്യൂഷനും ഒന്ന് ക്രിസ്റ്റലൈസേഷനും. കുറേ കഴിയുമ്പോൾ അതിൻ്റെ റേറ്റ് ഈക്വൽ ആവും. ആ സമയത്ത് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അഥവാ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന മാക്സിമം എമൗണ്ടാണ് ആ സോളിഡിൻ്റെ സോലിബിലിറ്റി. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്? ഒരു ലിക്വിഡിൽ ഒരു സോളിഡ് ഡിസോൾവ് ആകുമ്പോൾ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദ ടെമ്പറേച്ചർ?
നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സൊല്യൂട്ടിനെ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ കിട്ടും. ആ പ്രോസസ്സിന് ഈ ഫോർവേഡ് റിയാക്ഷന് നമ്മളൊരു പേര് വിളിച്ചു ഡിസൊല്യൂഷൻ. ഓക്കെ. ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക്കാണോ എക്സോതെർമിക്കാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 11th കെമിക്കൽ ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ പഠിച്ചിരുന്ന ഓർമ്മയുണ്ടോ? ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എൻഡോ തെർമിക് റിയാക്ഷൻ നടക്കും. അതുപോലെ ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം, എക്സോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. ശരി, നമ്മളിവിടുത്തെ ഡിസൊല്യൂഷൻ നോക്കി. എൻതാൽപ്പി ഓഫ് ഡിസൊല്യൂഷൻ മീൻസ് സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആയി സൊല്യൂഷനായിട്ട് മാറി. അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നിരിക്കട്ടെ. ഗ്രേറ്റർ ദാൻ 0 മീൻസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിലും പറയാം. അതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് ഈ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആയത് എൻഡോതെർമിക് റിയാക്ഷനാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും, മീൻസ് ഫോർവേഡ് റിയാക്ഷൻ നടക്കും, മീൻസ് ഡിസൊല്യൂഷൻ നടക്കും, അഥവാ സോല്യുബിലിറ്റി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രൊവൈഡഡ് ഉറപ്പായും ആ റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കണം. അപ്പോൾ റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പം സോല്യുബിലിറ്റി കൂടും. ഇനി എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ 0 ആണെന്നിരിക്കട്ടെ, അഥവാ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, മീൻസ് ഇത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഇത് എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനായി മാറുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലെ ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേഡ് എൻഡോതെർമിക് ആയിരിക്കും. അപ്പം ഫോർവേഡ് എക്സോയും ബാക്ക്വേഡ് എൻഡോ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നതിന് പകരം ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും, മീൻസ് ഡിസൊല്യൂഷൻ നടക്കുന്നതിന് പകരം ക്രിസ്റ്റലൈസേഷൻ നടക്കും, സോല്യുബിലിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി എന്ത് ചെയ്യാം? കുറയാം. നേരത്തെ ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി കൂടും, ഏത് റിയാക്ഷൻ? എൻഡോതെർമിക് ആണെങ്കിൽ. അപ്പം ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി കുറയും, ഏത് റിയാക്ഷൻ ആണെങ്കിൽ? എക്സോതെർമിക് ആണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇവിടെ നിന്നൊരു എൻട്രൻസിന് ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ് എന്ന് ബോർഡ് എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, സൊല്യൂട്ട് സോൾവെൻറ്റ് സൊല്യൂഷനിലായിട്ട് മാറുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷനാണ്, ബാക്ക്വേഡ് റിയാക്ഷൻ ക്രിസ്റ്റലൈസേഷൻ ആണ്. ഫോർവേഡ് എൻഡോതെർമിക് ആണെങ്കിൽ മീൻസ് ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി കൂടും. ഫോർവേഡ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ സോല്യുബിലിറ്റി കുറയും. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ സോല്യുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡ്? നിങ്ങൾക്കറിയാം, സോളിഡ് ഓൾമോസ്റ്റ് ഇൻകംപ്രസിബിൾ ആണ്, ലിക്വിഡ്സ് ലെസ് കംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രഷർ വേരിയേഷൻ ഉണ്ടായാൽ തന്നെ സോളിഡും ലിക്വിഡുകളും മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഇക്വിലിബ്രിയകളിൽ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. പ്രഷറിന് ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ദർ മസ്റ്റ് ബി ഗേഷ്യസ് പാർട്ടിസിപ്പൻസ്, മീൻസ് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ, മീൻസ് റിയാക്ടൻറ്റ് സൈഡിലോ പ്രൊഡക്റ്റ് സൈഡിലോ ഗ്യാസുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രഷറിന് ഇഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സമയമെടുത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി പോളാർ സബ്സ്റ്റൻസുകൾ പോളാർ സോൾവെൻറ്റുകളിലും നോൺ പോളാർ സബ്സ്റ്റൻസുകൾ നോൺ പോളാർ സോൾവെൻറ്റുകളിലും ഡിസോൾവ് ആകും. ടെമ്പറേച്ചർ കൂടിയാൽ ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ സോല്യുബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ സോല്യുബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതുപോലെ പ്രഷറിന് സോല്യുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല.
അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സോലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. അതുമായി ബന്ധപ്പെട്ടാണ് ഹെൻറീസ് ലോ ഉള്ളത്, ന്യൂമറിക്കൽസ് ഉള്ളത്, എൻട്രൻസിന് ഉറപ്പായും ചോദിക്കുവാൻ സാധ്യതയുള്ള ഐഡിയകളുള്ളത്. സോ അല്പസമയം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി കാണുക. ഓക്കെ, സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. ഒരുപാട് ഗ്യാസുകൾ പല പല സോൾവെൻറ്റുകളിൽ സോലബിളാണ്. നിങ്ങൾക്കറിയാം, ഓക്സിജൻ ഈസ് സോലബിൾ ഇൻ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് സോലബിൾ ഇൻ വാട്ടർ, അമോണിയ ഗ്യാസ് ഈസ് സോലബിൾ ഇൻ വാട്ടർ, HCl ഗ്യാസ് ഈസ് സോലബിൾ ഇൻ വാട്ടർ. പക്ഷേ ഓരോ ഗ്യാസും ഡിസോൾവ് ചെയ്യുന്ന എക്സ്റ്റെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്സിജൻ എടുത്താൽ ഓക്സിജൻ്റെ സോലബിലിറ്റി ഇൻ വാട്ടർ വളരെ കുറവാണ്. പക്ഷേ ആ ഡിസോൾവായ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇനഫ് ടു സസ്റ്റെയിൻ ദ അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫ് സസ്റ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അല്പമേ ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുള്ളൂ എങ്കിൽ പോലും അത് സഫിഷ്യൻറ്റ് ഇനഫാണ്. ഓക്കെ, അതുപോലെ HClൻ്റെ കേസ് ഞാൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, അമോണിയയുടെ കേസ് ഞാൻ പറഞ്ഞു. ഈ ഗ്യാസുകളൊക്കെ ഓക്സിജനേക്കാളും മോർ സോല്യുബിളാണ് ഇൻ വാട്ടർ. ഓക്കെ, വാട്ടറിൽ അല്ലെങ്കിൽ സോൾവെൻറ്റുകളിൽ ഗ്യാസുകളൊക്കെ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ദ ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പ്രഷർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. സോ ആദ്യം ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവായി ഒരു സൊല്യൂഷനായി മാറുന്നു. ഇതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം. നമ്മൾ നേരത്തെ പഠിച്ചു, ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷനാണ്. ആ ഡിസൊല്യൂഷന് പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ഡിസൊല്യൂഷൻ്റെ പ്രത്യേകത, അതിൻ്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ലെസ് ദാൻ 0 ആണ്. അഥവാ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ നെഗറ്റീവാണ്. അപ്പോൾ ഒരു സംശയവും വേണ്ട സാർ, ഈ പ്രോസസ് എന്താണ്? എക്സോതെർമിക് ആണ്. അപ്പം നമ്മൾ അല്പം മുന്നേ പഠിച്ചു, ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലുബിലിറ്റി എന്ത് ചെയ്യും? കൂടും. എപ്പോൾ? എൻഡോതെർമിക് ആണെങ്കിൽ. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലുബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? പറഞ്ഞോ, സോലുബിലിറ്റി കുറയും. ഏത് റിയാക്ഷൻ ആണെങ്കിൽ? എക്സോതെർമിക് ആണെങ്കിൽ. ഇത് അല്പം മുമ്പേ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഗ്യാസുകൾ, ലിക്വിഡുകൾ ഡിസോൾവായി സൊല്യൂഷനായി മാറുന്നത് എക്സോതെർമിക് ആണ്. അതുകൊണ്ട് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നിങ്ങളിപ്പോൾ വിളിച്ചു പറയും. പറഞ്ഞോ മക്കളെ, ടെമ്പറേച്ചർ കൂട്ടി, അപ്പോൾ സോലബിലിറ്റി എന്ത് ചെയ്യും? സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സിൻസ് ദ ഡിസൊല്യൂഷൻ ഈസ് എക്സോതെർമിക്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇവിടെ രണ്ട് സാധ്യതകളില്ല. എൻഡോതെർമിക്, എക്സോതെർമിക് എന്ന രണ്ട് കണ്ടീഷൻ പറയുന്നില്ല. ഡിസൊല്യൂഷൻ ഈസ് എക്സോതെർമിക്. സോ നോ ഡൗട്ട്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലബിലിറ്റി ഡിക്രീസസ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിപ്പിച്ച് തരാം. ഓക്കെ, ഇതൊരു വെസലാണ്. ഈ വെസലിൽ ഇവിടെ ഒരു സോൾവെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോൾവെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് സോൾവെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ മുകളിൽ ഒരു ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഞാൻ റെഡ് ബബിൾസ് ഇട്ടിരിക്കുന്നത് ഗ്യാസാണ്. മേളിലൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ W1 എന്നൊരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ W1 എന്ന വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ഈ ഗ്യാസിന് മേൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഗ്യാസിന് മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളുകൾ ഈ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡിസോൾവ് ആകാൻ തുടങ്ങും. എല്ലാവരും ആ സോൾവെൻറ്റിൽ അങ്ങനെ കിടക്കുകയൊന്നുമില്ല. കുറച്ചുപേർ മേളിലേക്കും പോകും. അങ്ങനെ കുറച്ചുപേർ സ്ട്രൈക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരും, കുറച്ചുപേർ എസ്കേപ്പ് ചെയ്യും. അല്പസമയം കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഡിസൊല്യൂഷനും റേറ്റ് ഓഫ് എസ്കേപ്പും ഈക്വൽ ആകും. അഥവാ ഈ ഗ്യാസും ഈ സൊല്യൂഷനും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ആയിക്കോട്ടെ, ഇനി ഈ പിസ്റ്റണ് മുകളിൽ W1, W2, W3 3 വെയിറ്റ് വെച്ചു. അപ്പോൾ ആ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നേരത്തേക്കാൾ കൂടുതൽ പ്രഷറാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, പ്രഷർ കൂടി, പിസ്റ്റൺ താഴ്ന്നു. അപ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ സർഫസിൽ യൂണിറ്റ് വോളിയത്തിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന അതാണ്ട് ഈ മോളിക്യൂളുകളുടെ എണ്ണം ഒരുപാട് കൂടി. അപ്പോൾ വേഗം ഉള്ളിലേക്ക് പോകും. ശരിയല്ലേ? അപ്പോൾ ഒരുപാട് പേർ ഉള്ളിലേക്ക് കയറുന്നു,
കുറച്ച് പേരൊക്കെ എസ്കേപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. കുറേ കഴിയുമ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ നേരത്തേക്കാൾ കൂടുതൽ മോളിക്യൂളുകൾ സർഫസിൽ യൂണിറ്റ് വോളിയത്തിൽ സ്ട്രൈക്ക് ചെയ്യുകയും കൂടുതൽ മോളിക്യൂളുകൾ സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്. സോ നോ ഡൗട്ട് സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂട്ടിയാൽ സോലിബിലിറ്റി കൂടും. കാരണം പ്രഷർ കൂട്ടുമ്പോൾ യൂണിറ്റ് വോളിയം സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന അതുപോലെ സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടും, സോലിബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഒരു ലിക്വിഡിലുള്ള ഗ്യാസിൻ്റെ സോലിബിലിറ്റിയും അവിടുത്തെ പ്രഷറും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹെൻറീസ് ലാ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഹെൻറീസ് ലാ പഠിക്കാനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായും ഓർക്കേണ്ട രണ്ട് നെയിമുകളാണ് ഡാൾട്ടണും ഹെൻറിയും. ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലായി തന്നെ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡും ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഡാൾട്ടൺ നമ്മളോട് പറഞ്ഞത്? So according to Dalton, the solubility of a gas in a liquid is a function of its partial pressure. ഒരു ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറുമായി ആ ഗ്യാസിൻ്റെ സോലിബിലിറ്റി ഇൻ ലിക്വിഡിന് ബന്ധമുണ്ട്. എന്ത് ബന്ധമെന്ന് പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ അക്കോർഡിംഗ് ടു ഡാൾട്ടൺ പറഞ്ഞേ, according to Dalton, the solubility of a gas in a liquid is a function of its pressure. എന്നാൽ കുറച്ചുകൂടെ വ്യക്തതയുള്ള ഒരു ഐഡിയയുമായി ആരെത്തിയിട്ടുണ്ട്? ഹെൻറി. അപ്പോൾ ഹെൻറീസ് ലാ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് എന്താ ഡാൾട്ടൺ പറഞ്ഞത്? സോലുബിലിറ്റി. ഓക്കെ, സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ദ ഫങ്ഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷറിൻ്റെ ഫങ്ഷനാണ്. മീൻസ് ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ വേരി ചെയ്താൽ സോലിബിലിറ്റി വേരി ചെയ്യും. അതാണ് ആസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഹെൻറീസ് ലാ പറയുന്നത്? അദ്ദേഹം പറയുന്നത് solubility of a gas in a liquid is directly proportional to its partial pressure. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ഐഡിയ. ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലാ, solubility of a gas in a liquid is a function of its partial pressure, and according to Henry's law, solubility of a gas in a liquid is directly proportional to the partial pressure. ക്ലിയർ ആണ്? ഇനി എന്താണ് സോലിബിലിറ്റി? ഞാനെടുത്ത ലിക്വിഡിൽ ഡിസോൾവ് ആയി കിടക്കുന്ന ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷനെ മോൾ ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യാനാണ് ഹെൻറി പറയുന്നത്. അപ്പോൾ ഹെൻറീസ് ലാ അനുസരിച്ച് സോലിബിലിറ്റിക്ക് ഞാൻ മോൾ ഫ്രാക്ഷൻ എന്നെഴുതാൻ പോവുകയാണ്. സിംബലൈസസ് ആസ് കൈ. സാർ കൈ എന്ന് എഴുതി. ഗ്യാസാണ് സൊല്യൂട്ട്, അതുകൊണ്ട് സാർ കൈ ബി എന്ന് എഴുതി. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറയുന്നുണ്ട് സൊല്യൂട്ടിന് നമ്മൾ ബി എന്ന് എഴുതും, സോൾവെൻറ്റിന് നമ്മൾ എ എന്ന് എഴുതും. സോ കൈ ബി ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ഓർ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. ഓക്കെ, അതുപോലെ പാർഷ്യൽ പ്രഷറിന് സാറ് പി എന്ന് എഴുതി. അപ്പോൾ പാർഷ്യൽ പ്രഷറും കൈ ബിയും. അപ്പോൾ ഹെൻറീസ് ലാ ഞാനൊന്ന് തിരിച്ചു പറയാം. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ലിക്വിഡിൽ ഡിസോൾവ് ആയി കിടക്കുന്ന അതിൻ്റെ മോൾ ഫ്രാക്ഷനുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ പി പ്രൊപ്പോർഷണൽ ടു കൈ ബി എന്ന് നമുക്ക് എഴുതാം. സോ പി പ്രൊപ്പോർഷണൽ ടു കൈ ബി, അഥവാ പി ഇസ് ഈക്വൽ ടു, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻറ്റിന് സാറ് കെ എച്ച് എന്ന് എഴുതി ഇൻറ്റു കൈ ബി എന്ന് എഴുതി. സോ പി അത് പാർഷ്യൽ പ്രഷറാണ്. കെ എച്ചിനെ നമ്മൾ ഹെൻറീസ് ലാ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കും. ഹെൻറീസ് ലാ കോൺസ്റ്റൻറ്റ് ബാക്കി ഞാൻ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഹെൻറീസ് ലാ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് കൈ ബി എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ. ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ട് കേട്ട് പഠിച്ചാലേ ന്യൂമറിക്കൽ ക്ലിയറായി ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഞാൻ പഠിപ്പിക്കട്ടെ. ഇപ്പം നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചു. എന്താണ് ഹെൻറീസ് ലോ? പി പ്രൊപ്പോർഷണൽ ടു കൈബി, ശരിയല്ലേ? പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ എച്ച് ഇൻറ്റു കൈ ബി. പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ എച്ച് ഇൻറ്റു കൈ ബി. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അല്പം മുമ്പ് പറഞ്ഞേ ഉള്ളൂ, കെ എച്ചിൻ്റെ പേര് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. അത് എന്താണെന്നൊരു ചെറിയ ധാരണ ഉണ്ടാക്കിത്തരാം, നിങ്ങൾ കേട്ടിരിക്കുക. പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ബി പ്ലസ് 0 എന്ന് ജസ്റ്റ് ഞാൻ എഴുതി. പ്ലസ് സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല. സാർ, ഇത് കാണുമ്പോൾ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന മാത്തമെറ്റിക്സിൽ ഞങ്ങൾ പഠിച്ച സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പോലെ ഉണ്ട് സാർ, ഇല്ലേ? വൈ ആക്സിസിൻ്റെ പ്ലേസിൽ ആര്? പ്രഷർ. എക്സ് ആക്സിസിൻ്റെ പ്ലേസിൽ ആര്? കൈ ബി. എം ഈസ് സ്ലോപ്പിൻ്റെ പൊസിഷനിൽ കെ എച്ച്, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് 0 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. വൈ ആക്സിസിൽ പ്രഷർ, അപ്പോൾ ഇവിടെ പി ഇത് പാർഷ്യൽ പ്രഷറാണ്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ കൈ ബി. ഓക്കെ, ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഇതാണ് ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അത് വൈ ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 0യിലാണ്. സോ ദിസ് ഈസ് വൈ ഇൻ്റർസെപ്റ്റ്, അതുകൊണ്ടാണ് ഇവിടെ 0. അത് കഴിഞ്ഞിട്ട് എം എന്താ? അതാണ് സ്ലോപ്പ്. അപ്പം നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ dy/dx സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും? കെ എച്ച്. അപ്പം പാർഷ്യൽ പ്രഷറും കൈ ബിയും തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് നമ്മൾ ആക്ച്വലി കെ എച്ച് എന്ന് വിളിക്കുന്നത്. പല ഗ്യാസുകളുടെ പ്രഷർ വേഴ്സസ് കൈ ബി പ്ലോട്ട് ചെയ്യപ്പോൾ പല സ്ലോപ്പ് കിട്ടി, അഥവാ പല കെ എച്ച് കിട്ടി. അപ്പോൾ കെ എച്ച് ഗ്യാസുകൾ മാറുമ്പോൾ മാറും. അതുകൊണ്ട് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് നേച്ചർ ഓഫ് ദ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആദ്യ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ശരി, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സാർ, ഈ ഇക്വേഷനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു. കെ എച്ച് ഇസ് ഈക്വൽ ടു, ഈ കെ എച്ച് ഇസ് ഈക്വൽ ടു ഇതിങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്ത് കിട്ടും? പി ഡിവൈഡഡ് ബൈ കൈ ബി എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും സോല്യുബിലിറ്റിയും, അതിനാണ് മോൾ ഫ്രാക്ഷൻ, അത് തമ്മിൽ എന്താണ് ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം കെ എച്ച് ആൻഡ് സോല്യുബിലിറ്റി ആർ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി നോക്കടാ, നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ട്, ഗ്യാസുകളുടെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യുബിലിറ്റി കുറയും. ഓക്കെ, സോല്യുബിലിറ്റിയും കെ എച്ചും തമ്മിൽ എന്താ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ സോല്യുബിലിറ്റി കുറഞ്ഞാൽ കെ എച്ച് കൂടും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചർ കൂടിയാൽ കെ എച്ചും കൂടും. അപ്പോൾ ടെമ്പറേച്ചറും കെ എച്ചും തമ്മിൽ എന്താണ് ബന്ധം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചറും സോല്യുബിലിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോല്യുബിലിറ്റിയും കെ എച്ചും തമ്മിൽ എന്താണ് ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചറും കെ എച്ചും തമ്മിൽ എന്താണ് ബന്ധം? ടെമ്പറേച്ചർ കൂടുന്തോറും കെ എച്ച് കൂടും, സോല്യുബിലിറ്റി കുറയും. ഓക്കെ ആണോ? രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ഞാൻ അടുത്ത ഐഡിയയിലേക്ക് പോവാണ്. ഇനി ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് പരിചയപ്പെടുത്തി തരാം. പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ബി ആണ് നമ്മുടെ ഹെൻറീസ് ലോ. അതിൽ കെ എച്ച് ആണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. കൈ ബി മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ല. അപ്പോൾ മോൾ ഫ്രാക്ഷന് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു സംശയവും വേണ്ട, കെ എച്ചിൻ്റെ യൂണിറ്റ് പ്രഷറിൻ്റെ അതേ യൂണിറ്റാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ്
കെ എച്ച് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഹെൻറീസ് ലാ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പ്രഷർ തന്നെയാണ്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ പറഞ്ഞേ. അപ്പോൾ പ്രഷറിൻ്റെ ഏതൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്കറിയാം പറഞ്ഞു? പറ. നിങ്ങൾക്ക് ATM അറിയാം, അറ്റ്മോസ്ഫറിക് പ്രഷർ, നിങ്ങൾക്ക് ബാർ അറിയാം, നിങ്ങൾക്ക് ടോർ അറിയാം, നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി അറിയാം, നിങ്ങൾക്ക് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി അറിയാം, പിന്നെ നിങ്ങൾക്ക് SI യൂണിറ്റ് അറിയാം. SI യൂണിറ്റ് ഈസ് പാസ്കൽ. സാർ ഈ ATM ബാറും ടോറും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും പാസ്കലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ സാർ? ഉണ്ട്. ഉറപ്പായും പ്രോബ്ലങ്ങളിൽ ഈ കൺവേർഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ. 1 ATM എന്ന് പറയുന്നത് 1.01325 ബാറാണ്. ഇമ്പോർട്ടൻറ്റ്. അതിന് ഈക്വലാണ് 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ. ഇതിന് ഈക്വലാണ് 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി. ഇതിന് ഈക്വലാണ് 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇതിന് ഈക്വലാണ് 760 ടോർ. ഓക്കെ, ഇതാണ് കൺവേർഷൻ ഐഡിയ. ഇത്രയും പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ATM നിങ്ങൾക്ക് ബാറാക്കാം, ടോറാക്കാം, സെൻറ്റിമീറ്റർ ആക്കാം, മില്ലിമീറ്റർ ആക്കാം, പാസ്കലാക്കാം. അതുപോലെ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് വിട്ട് ബാറിനെ പാസ്കലാക്കാം. ഇത് തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാറിൻ്റെ പ്ലേസിൽ 10⁵ പാസ്കൽ. അതുകൊണ്ട് തന്നെ 1 ബാർ ഇസ് ഈക്വൽ ടു 10⁵ പാസ്കൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇനി ഞാൻ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് പറയാൻ പോവാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് ടേബിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻട്രൻസ്. കുട്ടികൾ സാധാരണ സ്കിപ്പ് ചെയ്യരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു അനാലിസിസ് സെഷനാണ്. ആ അനാലിസിസ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ഞാൻ പറയുന്ന അനുസരിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഹീലിയം തന്നിട്ടുണ്ട്, അതിൻ്റെ KH തന്നിട്ടുണ്ട്, അത് കിലോ ബാർ ഒരു പ്രഷറിൻ്റെ യൂണിറ്റാണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഹീലിയത്തിൻ്റെത് 144.97 ആണ്. ഹൈഡ്രൻ്റെത് 69.16 ആണ്. നേച്ചർ ഓഫ് ദ ഗ്യാസ് മാറിയപ്പോൾ KH മാറി. വെരി സിമ്പിൾ. ഓക്കെ, നൈട്രജൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നൈട്രജൻ്റെ വാല്യൂ NCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ തന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. 293 കെൽവിനിൽ 76.48ഉം 303 കെൽവിനിൽ 88.84ഉമാണ്. ടെമ്പറേച്ചർ കൂടി, KHും കൂടി. അതാണ് നമ്മൾ അല്പം മുമ്പേ പഠിച്ചത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് KH ഇൻക്രീസസ്. ടെക്സ്റ്റ് ബുക്കിൽ എവിഡൻസ് ഉണ്ട്, അതാണ് ഞാൻ അനലൈസ് ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. അതുപോലെ ഓക്സിജൻ 293ൽ 34.86, 303 കെൽവിനിൽ 46.82. അതും ടെമ്പറേച്ചർ കൂടിയപ്പം വാല്യൂ കൂടി. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് KH ഇൻക്രീസസ്. KHൻ്റെ യൂണിറ്റ്, പ്രഷറിൻ്റെ യൂണിറ്റ്, 2 പോയിന്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഫോമാൽഡിഹൈഡ്, മീഥേൻ, വിനൈൽ ക്ലോറൈഡ് 298 കെൽവിനിൽ ഇവരുടെയൊക്കെ KHൻ്റെ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നിങ്ങളോട് KHൻ്റെ വാല്യൂവിൻ്റെ ഓർഡറിൽ എഴുതാനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഹെൻറീസ് ലാ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂകളുള്ള NCERT ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരുന്ന KHൻ്റെ ഓർഡറിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഓർഡർ ഞാൻ കൃത്യമായിട്ട് വീണ്ടും എഴുതിയിട്ടിരിക്കുന്നു. സോ KHൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഹീലിയം, ദെൻ നൈട്രജൻ, ഹൈഡ്രജൻ, ആർഗൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വിനൈൽ ക്ലോറൈഡ്, മീഥേൻ, ഫോമാൽഡിഹൈഡ്. ദിസ് ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻട്രൻസ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ നമുക്ക് ഓർഡർ ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു പഠിക്കാം. ഹീലിയം, നൈട്രജൻ, ഹൈഡ്രജൻ, ആർഗൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വിനൈൽ ക്ലോറൈഡ്, മീഥേൻ, ഫോമാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഒരു 4-5 പ്രാവശ്യം ഇത് പറഞ്ഞു പഠിക്കണം. എന്നിട്ട് ഒരിക്കൽ കൂടി വന്ന് എന്നോടൊപ്പം ചേർന്ന് പറയൂ. ഹീലിയം, നൈട്രജൻ, ഹൈഡ്രജൻ, ആർഗൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വിനൈൽ ക്ലോറൈഡ്, മീഥേൻ, ഫോമാൽഡിഹൈഡ്. ഓക്കെ, നിങ്ങൾ പഠിച്ചില്ലേ? ഇനി അതുപോലെ സോളിബിലിറ്റി ചോദിക്കാം. സോളിബിലിറ്റിയുടെ ഓർഡറാണ് ഇവർ തന്നിട്ട് ചോദിക്കുന്നതെങ്കിൽ KHും സോളിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ KH ഏറ്റവും കൂടിയ ഹീലിയത്തിനാണ്, സോളിബിലിറ്റി ഏറ്റവും കുറവ്. ഹീലിയത്തിനേക്കാൾ മോർ സോളിബിൾ ആണ് നൈട്രജൻ, അതിനേക്കാൾ മോർ സോളിബിൾ ആണ് ഹൈഡ്രജൻ. അങ്ങോട്ട് പോകുമ്പോൾ സോളിബിലിറ്റി കൂടി പോകും, KH കുറഞ്ഞു പോകും. ഓക്കെ അല്ലേ മക്കളെ?
മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഹെൻറീസ് ലായുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ചെയ്യാനുള്ള ഐഡിയകൾ പഠിപ്പിച്ചു തരാം. വാ. സോ നമുക്കറിയാം P is equal to KH into KB അല്ലേ? P എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ. KH എന്തായിരുന്നു? ഹെൻറീസ് ലാ കോൺസ്റ്റൻറ്റ്. KB എന്തായിരുന്നു? സോലിബിലിറ്റി. അപ്പോൾ സോലിബിലിറ്റി ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. ഇനി P is equal to KH into KB. എന്താ KB? മോൾ ഫ്രാക്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. എന്താണ് NB? എന്താ NB? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് ഡിസോൾവ്ഡ്. എന്താ NA? ഏത് ലിക്വിഡാണോ നിങ്ങൾ എടുത്തത് ആ ലിക്വിഡ് അഥവാ ആ സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് NB. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ലിക്വിഡിൽ ഗ്യാസ് വളരെ കുറച്ച് മാത്രമേ ഡിസോൾവ് ആകൂ. എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആയ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് NB. ദാറ്റ് വിൽ ബി വെരി വെരി ലെസർ ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ലിക്വിഡ് NA. അപ്പോൾ NB വിൽ ബി വെരി 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 ലെസർ ദാൻ NA. അങ്ങനെയാണെങ്കിൽ NA പ്ലസ് NB. NA വെരി ലാർജ് ആണ്, NB വെരി സ്മോൾ ആണ്. അപ്പോൾ ഈ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇവിടെ NA ആയിട്ട് മാറും, കാരണം NB നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ P is equal to KH into NB ഡിവൈഡഡ് ബൈ NA. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അടുത്ത ഇതിൻ്റെ ഫോം. P is equal to KH into NB ഡിവൈഡഡ് ബൈ NA. ഇനി നിങ്ങൾക്ക് എൻട്രൻസിനായാലും ബോർഡ് എക്സാമിനേഷൻ ആയാലും ചോദിക്കുവാൻ സാധ്യതയുള്ള 99% ക്വസ്റ്റ്യനിലും സോൾവെൻറ്റ് വാട്ടറാണ് തന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെയും തരാം. ഇനി സോൾവെൻറ്റ് വാട്ടർ ആണെങ്കിൽ NAയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ വാട്ടറിൻ്റെ പ്രത്യേകത? വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 gram per ml ആണ്. 1 gram per ml. നിങ്ങളെപ്പോഴും ഈ പ്രോബ്ലങ്ങളിൽ 1 liter വാട്ടർ എടുക്കുക, മീൻസ് 1000 ml വാട്ടർ എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 gram per ml ആണ്. ഓരോ ml-ഉം 1 gram ആണ്. അപ്പോൾ 1000 ml 1000 gram ആണ്. സോ വാട്ടർ 1 ലിറ്റർ എടുത്താൽ അത് 1000 gram ആയിരിക്കും. അപ്പോൾ 1 ലിറ്റർ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? അതിന് സാർ NA എന്ന് എഴുതി. NA എന്ന് പറയുന്നത് എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വാട്ടർ അത് 1000 gram, അതിൻ്റെ മോളാർ മാസ് വാട്ടറിൻ്റെ മോളാർ മാസ് 18. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 55.55 എന്ന് കിട്ടും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ മൊളാരിറ്റി ഓഫ് വാട്ടറായും പറയാറുണ്ട്. ദിസ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ വാട്ടർ. 1 ലിറ്റർ വാട്ടറിൽ എത്ര മോൾ വാട്ടർ ഉണ്ട്? 55.55. അപ്പോൾ വാട്ടർ സോൾവെൻ്റായി തരുന്ന പ്രോബ്ലങ്ങളിലെല്ലാം ഈ NAയ്ക്ക് വരെ നിങ്ങൾക്ക് 55.55 ഇടാം, പ്രൊവൈഡഡ് ആ വാട്ടറിൻ്റെ വോളിയം 1 ലിറ്റർ ആയിരിക്കണം. അപ്പോൾ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ഈ 55.55 ഇട്ട് ചെയ്യും. വോളിയം വ്യത്യാസം വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഐഡിയ വഴിയേ പറയാം. ഓക്കെ, സോ P is equal to KH into NB ഡിവൈഡഡ് ബൈ 55.55. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ തന്നിട്ട് KH തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് മില്ലി മോൾസ് ഡിസോൾവ്ഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ NB കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മില്ലി മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ NB തന്നെ കണ്ടുപിടിക്കുക, എന്നിട്ട് മില്ലി മോൾസ് ആക്കി മാറ്റുക. ഇനി മോളിനെ മില്ലി ആക്കാൻ എന്ത് ചെയ്യണം? ഓക്കെ, മില്ലി ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ P is equal to KH into
WB divided by MB into 55.55 എന്ന് ഞാൻ ഇക്വേഷൻ മോഡിഫൈ ചെയ്യുന്നു വീണ്ടും. സോ ഇത്രയും ആൾക്കാർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡൂയിങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഡിസോൾവ്ഡ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വാട്ട് ഈസ് ദ എമൗണ്ട് ഡിസോൾവ്ഡ് ചോദിച്ചു കഴിഞ്ഞാൽ WB അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്ത് ഏതാണോ ഗ്യാസ് അതിൻ്റെ മോളിക്കുലർ മാസോട് നമ്മൾ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, what is the amount of carbon dioxide dissolved in 500 ml of water എന്ന് ചോദിച്ചെന്നിരിക്കട്ടെ. ക്വസ്റ്റ്യനിൽ പിയുടെ വാല്യൂയും KHൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ പി ഉണ്ട്, KH ഉണ്ട്, WB is the amount that is to be calculated. What is MB? That is the molecular mass of carbon dioxide. That is 44. അപ്പോൾ ഏത് ഗ്യാസ് ആണോ ആ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് നിങ്ങൾ കണ്ടുപിടിച്ച് അങ്ങോട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് WB കണ്ടുപിടിക്കുക. പ്രൊവൈഡഡ് നമ്മൾ ഈ 55.55 ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് 1 ലിറ്റർ വാട്ടറിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ 500 ml ആണ്. അപ്പോൾ 1 ലിറ്റർ മീൻ 1000 ml. അപ്പോൾ 1000 ml ആൻസറാണ് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ 1000 ml ഇത്രയാണെങ്കിൽ 500 ml എക്സ് ക്രോസ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. എത്ര ഈസിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ഇവിടെ നിന്ന് കിട്ടുന്ന ആൻസർ 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതാണ്. അതായത് 1000 ml ഡിസോൾവ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 250 ml ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ 500 ml ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1000 ml കണ്ടുപിടിക്കും. അപ്പോൾ 250ക്ക് എക്സ് എന്ന് എഴുതി ക്രോസ് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക എന്നാണ് സാർ പറഞ്ഞത്. പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1-2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ന്യൂമറിക്കൽസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്പർ 1, നിങ്ങൾക്കറിയാമല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ, അതായത് കൊക്കക്കോള, തംസപ്പ്, പെപ്സി അല്ലെങ്കിൽ സോഡ, ഇതിലൊക്കെ എന്താ പ്രത്യേകത? ഇതിലൊക്കെ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കാർബണേറ്റഡ് വാട്ടറാണ്. സോ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് നല്ലോണം ഡിസോൾവ് ആകാൻ വേണ്ടിയിട്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ എല്ലാം ബോട്ടിലുകൾ നല്ലോണം സീൽ ചെയ്ത് ഹൈ പ്രഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. സോ ദിസ് ഈസ് ദ പ്യുവർ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. കാരണം പ്രഷർ കൂടുമ്പോൾ സോല്യുബിലിറ്റി കൂടും എന്ന കോൺസെപ്റ്റാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 2, നിങ്ങൾ സ്ക്യൂബ ഡൈവേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഇല്ലേ? കേട്ടിട്ടില്ലേ? ഓക്സിജൻ സിലിണ്ടറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കടലിലേക്ക് എടുത്തു ചാടുന്നു. എന്നിട്ട് നമ്മൾ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ കടലിനടിയിൽ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലാകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഓക്സിജൻ സിലിണ്ടർ എന്നാണ് അതിൻ്റെ പേരെങ്കിലും അതിൽ സാധാരണയായി പണ്ട് ഉപയോഗിച്ചിരുന്നത് ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മിക്സറാണ്. നമ്മളിപ്പോൾ എയർ പോലെ, എയറിൽ കൂടുതൽ നൈട്രജൻ അല്ലേ മക്കളെ, കൂടെ ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മിക്സറാണ് എയർ. അതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന സിലിണ്ടറിലും ഓക്സിജനും നൈട്രജനുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈ പ്രഷറിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജനോടൊപ്പം തന്നെ നൈട്രജനും ഡിസോൾവ് ആകാം. സോ വെരി ഡേഞ്ചറസ്. കാരണം ഈ കടലിനടിയിൽ വെച്ച് ഈ നൈട്രജൻ നല്ലോണം ഡിസോൾവ് ആകുമെങ്കിലും നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയുമ്പോൾ ഈ നൈട്രജൻ്റെ സോല്യുബിലിറ്റി കുറയും. ഉടനെ നൈട്രജൻ്റെ ബബിൾസ് ബ്ലഡിൽ വരാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള ക്യാപ്പിലറിയൊക്കെ ബ്ലോക്കാവും. നമുക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാം. അതിനൊരു പേരുണ്ട് ബെൻസ്, BENDS. അപ്പോൾ ബെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്ക്യൂബ ഡൈവേഴ്സ് ഓക്സിജൻ സിലിണ്ടറും ഫിറ്റ് ചെയ്തിട്ട് കടലിനടിയിലേക്ക് ചാടുമ്പോൾ ആ കടലിനടിയിൽ വെച്ച് അവർ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഓക്സിജനോടൊപ്പം നൈട്രജനും ബ്ലഡിൽ ഡിസോൾവ് ആകും. അവർ തിരിച്ചു വരുന്ന സമയത്ത് വെള്ളത്തിനടിയിലല്ല കരയിലെത്തി. അപ്പോൾ ഈ നൈട്രജൻ ബബിൾസ് ബ്ലഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ക്യാപ്പിലറീസ് ഒക്കെ ബ്ലോക്ക് ആവും. ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ബെൻസ്. ക്ലിയർ ആണ്? അതുകൂടാതെ നൈട്രജൻ എക്സസ് ക്വാണ്ടിറ്റി നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവുന്നത് ടോക്സിക് ഇഫക്റ്റും ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മിക്സറിന് പകരം ഈ സിലിണ്ടറുകളിൽ ഫില്ല് ചെയ്യുന്നത് ഹീലിയത്തിൻ്റെയും നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മിക്സറാണ്. എന്താ സാർ ഹീലിയത്തിൻ്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പഠിച്ചു ഹീലിയത്തിൻ്റെ KH കൂടുതലാണ്. അതുകൊണ്ട് ഹീലിയം ലെസ് സോല്യുബിളാണ്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സർ എന്താണ്? മിക്സർ ഓഫ് ഹീലിയം,
nitrogen, oxygen. Helium 11.7%, very important. Then nitrogen, it is 56.2% important. Then oxygen 32.1%, very, very important. So what is the mixture? 11.7% helium, 56.2% nitrogen, and 32.1% oxygen. So clear. So number 3. സാറ് ഒരു മൗണ്ടൻ്റെ മേളിലേക്ക് കയറി പോവാണെന്നിരിക്കട്ടെ. സാർ ഈ മൗണ്ടൻ്റെ ഏറ്റവും താഴെയാണിപ്പോൾ. സാറിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നുണ്ട്. സാർ ഈ മൗണ്ടൻ കയറി പോകാൻ തുടങ്ങി. അങ്ങനെ മേളിലേക്ക് പോകുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു വരും. അങ്ങനെ മേളിലേക്ക് പോകും തോറും സാറിൻ്റെ ബ്ലഡിലേക്കും സാറിൻ്റെ ടിഷ്യൂസിലേക്കും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. കാരണം മേളിലേക്ക് പോകുമ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്. അങ്ങനെ എമൗണ്ട് കുറഞ്ഞാൽ സാറിൻ്റെ തിങ്കിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. സാർ വളരെ വീക്കായിട്ട് മാറും. അങ്ങനെ സാറിന് ക്ലിയറായി തിങ്ക് ചെയ്യാൻ കഴിയാത്ത, ബോഡിയൊക്കെ വീക്കാവുന്നൊരു സിറ്റുവേഷൻ വന്നാൽ ആ മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ അനോക്സിയ എന്ന് വിളിക്കും. അനോക്സിയ. എന്താ ഇവിടുത്തെ പ്രത്യേകത? മുകളിലേക്ക് പോകും തോറും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറഞ്ഞു, ഓക്സിജൻ്റെ സോലിബിലിറ്റി ഇൻ ബ്ലഡ് കുറഞ്ഞു, സഫിഷ്യൻ്റ് ഓക്സിജൻ കിട്ടാതായി. സോ സാറിന് അനോക്സിയ എന്നൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി, ഓക്കെ, സ്ക്യൂബ ഡൈവേഴ്സ് ഹീലിയം ഉൾപ്പെടുന്ന സിലിണ്ടർ കൊണ്ടുപോകാനുള്ള കാരണം, മൗണ്ടൻ്റെ മുകളിലേക്ക് കയറിപ്പോയ സാറിന് അനോക്സിയ വന്നത്, ഇതൊക്കെ ആരുടെ ആപ്ലിക്കേഷനാണ്? ഹെൻറീസ് ലായുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല. നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചോളൂ. വായിച്ചു കഴിഞ്ഞോ? ഇനി സാർ അത് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം സാർ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയിടട്ടെ, എന്നിട്ട് വ്യക്തമായിട്ട് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ. സോ ശ്രദ്ധിക്കുക, നമ്മുടെ നൈട്രജൻ ഗ്യാസ് ഉണ്ട്. ടെമ്പറേച്ചർ ഈസ് നൗ 293 Kelvin. So you have to find out the number of millimoles of nitrogen dissolved in 1 liter water. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സോൾവെൻറ്റ് വാട്ടറാണ്, 1 ലിറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് നൈട്രജൻ ആണ്. നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ P is equal to KH into NB divided by 55.55. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഈ 55.55 എന്നുള്ള ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ സോൾവെൻറ്റ് വാട്ടർ ആയിരിക്കണം, 1 ലിറ്റർ ആയിരിക്കണം. ഓക്കെ. സോ പിയുടെ വാല്യൂ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 0.987 ബാർ എന്ന് സാർ കൊടുക്കുന്നു. is equal to, so what is KH? KH is equal to 76.48 into 10⁻³ ബാർ. ഇത് കിലോ ബാർ ആണ്. കിലോ മാറ്റ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ 10⁻³ ബാർ എന്ന് കിട്ടി. ഇൻറ്റു NB, അതാണ് നമ്പർ ഓഫ് മോൾസ്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ എത്രടാ? 55.55. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് NB കിട്ടും. NB അല്ല മില്ലിമോൾസ്, NB നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മില്ലിമോൾസ് ആയിട്ട് മാറും. എത്ര ഈസിയാണ്? 10⁻³ അഥവാ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്തിട്ട് ദയവായി ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇത് മനസ്സിലായില്ലേ? ഇല്ലടാ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കുക. വായിച്ചോ? അപ്പോൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നു. ഈ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 298 Kelvin ആണ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ. ഇവിടെയും സോൾവെൻറ്റ് വാട്ടറാണ്. 1 ലിറ്റർ അല്ല, 500 ml ആണെന്നൊരു പ്രത്യേകതയുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് വഴിയേ പറയാം. അപ്പോൾ KH തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്. പക്ഷേ പ്രഷർ ATMലും KH പാസ്കലിലുമാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെയിം ആക്കി എഴുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടുപിടിക്കേണ്ടത് ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി WB ആണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? എല്ലാവരും പറഞ്ഞേ. P is equal to KH into WB divided by MB into
55.55. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ പി എത്ര? 2.5 ഇൻറ്റു 1.01325 ഇൻറ്റു 10⁵, അത്രയും പാസ്കൽ. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരത്തെ ATMനെ പാസ്കലാക്കാൻ പഠിപ്പിച്ചു തന്നിരുന്നു. ATMനെ പാസ്കലാക്കാൻ 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു KH. KH എത്ര? 1.67 ഇൻറ്റു 10⁸ പാസ്കൽ അല്ലേ, ഇൻറ്റു WB അത് നമ്മൾ കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ MB മോളിക്കുലാർ മാസാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്, ഇൻറ്റു 55.55. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് WB കിട്ടും. അതാണ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ 1 ലിറ്റർ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 1 ലിറ്റർ മീൻസ് 1000 ml. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1000 ml ഉള്ളത് കണ്ടുപിടിക്കാനല്ല, 500 ml ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന WB 1000 ml അപ്പോൾ 1000 ml ഇവിടെ നിന്ന് കിട്ടുന്ന WB എങ്കിൽ 500 ml എത്ര? അത് X. ഇവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുക, എന്നിട്ട് ഇത് X ഇടുക, ക്രോസ് ചെയ്യുക, ഈക്വേറ്റ് ചെയ്യുക. മീൻസ് 1000 ഇൻറ്റു X ഇസ് ഈക്വൽ ടു 500 ഇൻറ്റു WB. ഇവിടെ നിന്ന് X കണ്ടുപിടിക്കുക, WB നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ആ വാല്യൂ അവിടെ കൊടുക്കുക, X കണ്ടുപിടിക്കുക. ആ X ആണ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഇൻ 500 ml. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 3 വായിക്കുക. വായിച്ചോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ശരി, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതിൽ H2S ആണ്. H2S ഒരു ടോക്സിക് ഗ്യാസ് ആണ്, നിങ്ങൾക്കറിയാം. റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലുള്ള ഗ്യാസാണ് H2S. അപ്പോൾ H2Sൻ്റെ സോൾബിലിറ്റി അറ്റ് STP തന്നിട്ടുണ്ട് 0.195 മോളാൽ. സ്മോൾ ലെറ്റർ ഓർമ്മയില്ലേ? മോളാൽ നമ്മൾ പഠിച്ചല്ലോ. KH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൊളാലിറ്റി? Molality is number of moles present in 1000 gram of the solvent. എന്ന് പറഞ്ഞാൽ 0.195 mole of H2S is present in 1000 gram of solvent. സോൾവെൻ്റ് ഇവിടെ വാട്ടറാണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്. അതാണ് ഈ മൊളാലിറ്റിയുടെ മീനിങ്. എത്ര ഈസിയാണ്. പിന്നെയും വാട്ടർ എന്നത് കണ്ടോ, 1000 ml പോലെ 1000 ഗ്രാം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, വാട്ടറിന് 1000 ml തന്നെയാണ് 1000 ഗ്രാം. അപ്പോൾ അവിടുത്തെ നിങ്ങൾക്ക് NA എന്ന് പറയുന്നത് 55.55 ഉപയോഗിക്കാം, ഒരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. സോ കണ്ടുപിടിക്കേണ്ടത് KH ആണ്. സോ P is equal to KH into NB divided by 55.55 ആണ് നമ്മുടെ ആൻസർ. P പ്രഷർ, STPയിലെ പ്രഷർ 1 atm. അപ്പോൾ പ്രഷർ ഞാൻ 1 atm എന്ന് കൊടുത്തു. KH അപ്പോൾ അതും പ്രഷർ നമുക്ക് ATMൽ തന്നെ കിട്ടും. NB 0.195 ഡിവൈഡഡ് ബൈ 55.55. ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KHൻ്റെ വാല്യൂ കിട്ടും. ആ KHൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ 3 ക്വസ്റ്റ്യനും NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യനുകളോ ഇതിൽ ചെറിയ വാല്യൂകളൊക്കെ മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനുകളോ ആണ് ചോദിക്കുക. അതുകൊണ്ട് ഈ ഐഡിയകൾ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ എൻട്രൻസിനും ബോർഡ് എക്സാമിനേഷനും ചോദിക്കുന്ന ന്യൂമറിക്കൽസൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത എന്നാൽ എൻട്രൻസിന് പ്രത്യേകിച്ച് JEE എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ കവർ ചെയ്യുന്നു. ഞാൻ ഈ പറയുന്നത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് അല്ല, സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡിൽ പറയേണ്ടതാണ്. അപ്പോൾ T1 എന്ന ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി C1ഉം T2 എന്ന ടെമ്പറേച്ചറിൽ അതേ സബ്സ്റ്റൻസിൻ്റെ സോളിബിലിറ്റി C2ഉമാണെങ്കിൽ ഈ ടെമ്പറേച്ചറും സോളിബിലിറ്റിയും തമ്മിലുള്ള പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എന്താണ്? അതിന് നമ്മൾ ക്ലാപ്പിറോൺ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക ആ തരത്തിലുള്ള പ്രോബ്ലംസ്. എന്താ ക്ലാപ്പിറോൺ ഇക്വേഷൻ? ലോഗരിതം ഓഫ് C2 ഡിവൈഡഡ് ബൈ C1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ HSOL എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ 2.303 R
ഇൻറ്റു 1/T1 മൈനസ് 1/T2. ഇങ്ങനത്തെ ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ വളരെയധികം നല്ലത്. എക്സാമിനേഷനുകൾക്ക് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ തരും, T1 തരും, T2 തരും, C1 തരും, C2 കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ C1ഉം C2ഉം T1ഉം T2ഉം തന്നിട്ട് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. R നിങ്ങൾക്കറിയാമല്ലോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂ നോക്കിയിട്ട് ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ജൂളിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഉപയോഗിക്കുക. അതെല്ലാം ഈ എൻതാൽപ്പി സൊല്യൂഷൻ കലോറിയിലാണെങ്കിൽ 2 കലോറി പെർ കെൽവിൻ പെർ മോൾ ഉപയോഗിക്കുക. ഈ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ കിലോ ജൂളിലായിരിക്കും, ഇത് ജൂളിലാണ്. കിലോ ജൂളിലാണെങ്കിൽ ഇതിനെ കിലോ ജൂളിലാക്കിയിട്ടിടുക. ജൂളിനെ കിലോ ജൂളാക്കാൻ × 10⁻³ ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സൊല്യൂഷൻസ് ക്ലാസ് നമ്പർ 10 ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഈ വീഡിയോ നന്നായിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് പഠിക്കുക. അല്പം തിയറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പഠിച്ച് റെഡി ആയിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.